ചേട്ടൻ ഇത്ര ഹാപ്പി ആയിട്ട് നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഞാൻ കരഞ്ഞാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. ഒരു അഡ്വൈസ് കൊടുക്കൂ, കല്യാണം ആവാറായി. കെട്ടുക. ചേച്ചിന് രണ്ടുപേരും പാട്ട് കേൾക്കും. അത് മോള് ചേച്ചിയുടെ വായിന്ന് കേൾക്കും. ചേട്ടൻ കേട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു പാടുന്നതിന് നമുക്ക് കഴിവ് മാത്രം പോരാ, കുറച്ച് തൊലിക്കട്ടിയും കൂടെ വേണം. അതുകൊണ്ടാണ് ഞാൻ പാട്ടുകാരുടെ പാടാനെന്ന് പറഞ്ഞൂടാ. പെട്ടിയാര് പാടോ? ഇല്ല, എനിക്ക് കട്ടി ആവുന്നേ ഉള്ളൂ. ചേട്ടന്റെ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു സോങ് ആണ് പട്ടാളത്തിലെ സോങ്. അതിനും കുറെ ഫാൻസ് ഉണ്ട്. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി, മെല്ലെ മെല്ലെ മുല്ലേ തരുമുന്നാഴി തേൻ, എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം. ഏറ്റവും കൂടുതൽ അല്ലു അർജുൻ ഫിലിംസിന് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള സോങ്സ് ഏറ്റവും കൂടുതൽ ചേട്ടനെയാണ്. അദ്ദേഹത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ജിസ്റ്റോ ചേട്ടനെ പാട്ട് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത്. ഫസ്റ്റ് ഞാൻ അല്ലുവിന് വേണ്ടി പാടുന്നത് മറ്റേ ഈ പാട്ട് ഫീൽ മൈ ലവ്. എൻ പ്രേമത്തിന് പ്രേമത്തിന് ഭാരം കാണും, എൻ പ്രേമത്തിന് നാണം കാണും, സഖിയേ ഫീൽ മൈ ലവ്. മമ്മൂക്കയാണോ ഇഷ്ടം, ലാലേട്ടനെയാണോ ഇഷ്ടം എന്നാണ് ഏറ്റവും ആദ്യം ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു സോങ് ആയിരുന്നു മമ്മൂക്ക ലാലേട്ടന്റെ ഒരു സോങ്. മമ്മൂക്ക ഫാൻസ് ആണോ ലാലേട്ടൻ ഫാൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കോമ്പറ്റീഷൻ ആണ് അവിടെ. പിന്നെ അതിന്റെ അവിടെ കറക്റ്റ് ഈ പാട്ടും കൂടെ പ്ലേസ് ചെയ്യുമ്പോൾ അത് വേറൊരു രണ്ട് കൂട്ടരും ഇങ്ങനെ വികാരത്തോട് കൂടി. ലാസ്റ്റ് നമുക്ക് വാളെടുത്താൽ കൂടി കേട്ടിട്ട് മടയന്റെ മകളെ ഒടിയന്റെ കരളെ ഉടയവൻ ഇവനോടിനി ഉരിയാടരുതേ, പുല്ലു തിന്നു പല്ലു പോയൊരു പുലിയാണു നീ തിന്തക തിന്തക. യുടെ ഏറ്റവും പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കുറച്ച് എക്സ്ക്ലൂസീവ് കക്ഷികളാണ്. ജസ്റ്റ് ഫോർ ഹൊറർ എന്ന വെബ് സീരീസിന്റെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് വിധു പ്രതാപ്, ദീപ്തി ആൻഡ് വെട്ടിയാർ. ഹലോ ഹലോ. ജസ്റ്റ് ഫോർ ഹൊറർ, അപ്പൊ നമ്മളത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു ഹൊറർ ടച്ച് ഒക്കെ ഉള്ള ഒരു വെബ് സീരീസ് ആണ്. നിങ്ങൾ ആരാണ് പ്രേതം? അങ്ങനെ പറയുമ്പോ ഞങ്ങൾ മൂന്നുപേരും പ്രേതങ്ങളായിട്ട് നിങ്ങളാണോ പ്രേതം? നിങ്ങളുടെ കൂടെ ഇനി വരാനിരിക്കുന്ന ആരെങ്കിലാണോ പ്രേതം? കണ്ട് തന്നെ മനസ്സിലാക്കണം. അതെ അതെ, നമ്മള് മൂന്നുപേരും പറയണ്ടല്ലേ ആരാണ്. അല്ല, പക്ഷെ ഇതിപ്പം ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോഴേ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എവിടെയാണ് ഒരു ഹൊറർ ഫീൽ വരുന്നതെന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. അത് വന്നു, പക്ഷെ എന്നാലും അത് ആരുടെങ്കിലും ദേഹത്തൊക്കെ കേറണല്ലോ, അപ്പോഴുള്ള അതിനാണ് നമ്മൾ അടുത്ത എപ്പിസോഡ് കാണണം എന്ന് പറയുന്നത്. അത് ഞാൻ ചോദിച്ചായിരുന്നു, കാണിച്ചൊന്നുമില്ല, നൈസായിട്ട് ചോദിച്ചു. അത് നോക്കിക്കോട്ടെ, മസ്താനി എന്നെ മനസ്സിലാക്കിക്കോളൂ എവിടെയാണ് ആരുടെ ദേഹത്താണ് കയറുന്നത് എന്നുള്ളത് സസ്പെൻസ്. പക്ഷെ ഫസ്റ്റ് എപ്പിസോഡിൽ ആ സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി ചേച്ചിയുടെ ദേഹത്തെങ്ങാനും കയറിയൊന്നും വെച്ചില്ല. അങ്ങനെ ഒരു സാധ്യതയെ പറ്റി തോന്നാനുള്ള കാരണം ഞാൻ ചോദിച്ചു വാങ്ങിക്കാണെന്ന് അറിയാൻ പറ്റില്ല. അല്ല, പാട്ട് പാടാൻ പറയുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ദേഹത്ത് കേറിയിട്ട് ഇനി ദീപു ചേച്ചിനെ കാണിക്കുമ്പോ മറ്റേ കണ്ണൊക്കെ ഇതായി അങ്ങനത്തെ ഒരു അതാ ഞാൻ പ്രതീക്ഷിച്ചത്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ പ്രേതത്തില്? ഒരു പോസിറ്റീവ് ശക്തി ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ശക്തി ഉണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് ഒരു നെഗറ്റീവ് എനർജി എവിടെ കിടന്ന് കറങ്ങുന്നുണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. ചോദിക്കുമ്പോ അങ്ങനെ വിശ്വാസമൊന്നും ഇല്ല, പക്ഷെ വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയൊരു വിശ്വാസം തുടങ്ങും. രാത്രി മുറ്റത്തിറങ്ങി ഗേറ്റ് പൂട്ടില്ല ഒറ്റയ്ക്ക്, എനിക്കൊരു വിശ്വാസമൊന്നുമില്ല. പേടിയുണ്ടോ പ്രേതത്തിന്? എനിക്ക് പ്രേതത്തിന് ഇഷ്ടമാണ്.
ശരി. ഇഷ്ടമാണ്. പ്രേതം ലാസ്റ്റ് കൊല്ലത്തല്ലേ ഉള്ളു. അത് ഉറപ്പാണല്ലോ. ഇഷ്ടമാണ്. അതിന്റെ ഇടയിൽ കൂടിയല്ലേ പ്രേതം ഭയങ്കര രസമല്ലേ ആ കൺസെപ്റ്റ്. സാരി കൊടുത്തു, പാട്ട് പാടുന്നു അല്ലേ. അപ്പൊ അതൊക്കെ മാറിയില്ലേ? ഇപ്പൊ അതൊക്കെ മാറി. ഫ്രീക്ക് പ്രേതം. എനിക്ക് ആ പ്രേതത്തിനെ ഇഷ്ടം. പനയിലെ നിങ്ങളുടെ കേറുന്നു. പ്രേതം എങ്ങനെയാ? ജസ്റ്റ് ഫോർ ഹൊററിലെ പ്രേതം എങ്ങനെയാ? 2 കൊമ്പുള്ള അല്ലേ? ഒരു കഥ കൊണ്ടുപോകുന്നത് ഒരു ഗ്രാൻഡ് ഫാദർ ക്ലോക്കാണ്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി പിന്നെ അങ്ങോട്ട് തുടങ്ങും. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ചിലപ്പോ കണ്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറെ അങ്ങനെ പറയുന്ന അപ്പാരെ കാണുന്നുണ്ടോ? അങ്ങനല്ല, അത്രയ്ക്ക് ഭീകരമാണെന്ന് വ്യക്തമാക്കിയിരുന്നത്. നമ്മളിങ്ങനെ ഫസ്റ്റ് എപ്പിസോഡൊക്കെ കണ്ടിട്ട് അതിങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാവരും വിചാരിക്കും ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡ് എപ്പോഴാണ് നിങ്ങൾ ഇറക്കി വിടുന്നത്? ഉടനെ. ഈ ഹൊറർ കോമഡി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ അതിന്റെ ഒരു നമ്മളാണെങ്കിലും വിചാരിക്കില്ല, ഒരു വെബ് സീരീസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ. അപ്പൊ ആ ഒരു ആകാംക്ഷയുടെ ഒരു ചെറിയൊരു ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ഭയങ്കര ഒരു രസമാണ്. പക്ഷെ ഒരുപാട് നാള് വെയിറ്റ് ചെയ്യിപ്പിക്കില്ല ആൾക്കാരെ. നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും വിധു പ്രതാപ് ഒഫീഷ്യൽ. ഇനി നിങ്ങൾ എന്താ ഇനി ഇപ്പോ വെബ് സീരീസ് ഒക്കെ മാറ്റി ഇപ്പൊ ഓൾറെഡി സിനിമകളൊക്കെ ചെയ്ത് തുടങ്ങിയ ആൾക്കാരാണ്. നിങ്ങളും ഇനി സിനിമ ആക്ടിംഗിലേക്കൊക്കെ? ഞാനൊരു സിനിമ ചെയ്തു, ഒരു ജാതി ജാതകം, വിനീതിന്റെ. പിന്നെ അതിന്റെ ഫസ്റ്റ് ആ സിനിമ ഉണ്ടായിരുന്നു. അത് കാണണം, എങ്കിലും എന്നെ കാണും. ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് അതായത് ഡെബ്യൂ ഒരു ക്യാമിയോ റോളായിരുന്നു. ഓപ്പണിംഗ് സീനായിരുന്നു. അതായിരുന്നു ഡെബ്യൂ. അത് വിനീത് തന്നെ വിളിച്ചിട്ട് പോയി ചെയ്ത ഒരു റോളാണ്. അപ്പൊ അതിലിങ്ങനെ തുടക്കം കുറിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ ബാക്കിയൊക്കെ പോകുന്നത് പോലെ ഒരു മെയിൻ ഒരു തൊഴിൽ വേറെ ഉണ്ടല്ലോ. അപ്പൊ അത് ഇതിങ്ങനെ സൈഡിൽ കൂടെ നല്ലത് വരികയാണെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ. ഞാൻ പിന്നെ പണ്ടേ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലല്ല, അങ്ങനെയല്ല. ഇപ്പം ഞാൻ ആക്ച്വലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ വർഷമായി. അപ്പൊ ഇനി അങ്ങനെ ഇപ്പൊ ഞാൻ വിജയന്റെ അടുത്ത് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയും ഇങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്ത് പോവല്ല. ഇഫ് അറ്റ് ഓൾ സംതിങ് ഹാപ്പൻസ് ലെറ്റ് ഇറ്റ് ബി. ആ ഒരു രീതിയിൽ പോകാനാണ് എനിക്കിഷ്ടം. ഇപ്പം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടും എന്താ ഒരു ഇതിൽ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ അത് എനിക്ക് നടന്നില്ലെങ്കിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും ഇഷ്ടം തോന്നിക്കുന്ന എന്തെങ്കിലും വരികയാണെങ്കിൽ ചെയ്യും. നമ്മളിപ്പോ ഇവര് ഓൾറെഡി ഇപ്പം വിധുചേട്ടനൊക്കെ ഇപ്പം റിയാലിറ്റി ഷോസ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ഇമേജ് മാറി. ഇത്രയും തഗ് പറയുന്ന ഒരു ജഡ്ജസ് അല്ലെ, തഗിന്റെ കിങ് ആണ് ജഡ്ജസിന്റെ ഇടയില്. ആരുടെ മുന്നിൽ ലേഡീസില് റിമി ചേച്ചി ആണെങ്കിൽ ഇവിടെ വിധുചേട്ടനാണെന്നാണ് പൊതുവെ പറയപ്പെടാറ്. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ ഇത്രയും തగ్గടിക്കുന്ന ആൾക്കാരൊക്കെ ഈ സെറ്റിൽ ഒരുമിച്ച് കൂടുമ്പോ എങ്ങനെയാണ്? തగ్గടിക്കുന്നവരുടെ തമ്പടിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? ഞാനാണ് വന്നത്, എന്നെ ആദർശേട്ടനാണ് വിളിച്ചത്. ഞാൻ ഓൾറെഡി നമ്മൾ യൂട്യൂബ് പരിപാടികൾ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ യൂട്യൂബിൽ വേറെ പുറത്ത് അങ്ങനെ പോയി ചെയ്യാറില്ല. ആദർശേട്ടൻ വിളിച്ചു. പിന്നെ അല്ല അങ്ങനല്ല, ഞാൻ സിനിമകൾ ചെയ്യാറുണ്ട്. ഇപ്പൊ യൂട്യൂബിൽ നമ്മൾക്ക് പെർഫോം ചെയ്യാനാണെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ വിളിക്കുമ്പോൾ ഞാൻ നമ്മുടേതായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ആദർശേട്ടൻ വിളിച്ചതും പിന്നെ ഇവരുടെ ചാനലായതുകൊണ്ടും ഞാൻ അങ്ങനെ വരുമായിരുന്നു ഇതിലോട്ട്. ശ്രീകാന്ത് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം കയറി വന്നപ്പോൾ നമുക്ക് ശ്രീകാന്തിന്റെ വീഡിയോസും കണ്ടന്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ രണ്ടുപേരും എല്ലാവരും ടോട്ടലി ഭയങ്കര കംഫർട്ടബിൾ ആയി. അപ്പോൾ ആ ശ്രീകാന്തിന്റെ ആ ഒരു പെർഫോമൻസ് അത് കറക്റ്റ് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. വേണ്ട രീതിയിൽ ആ സംഭവം കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ഈ പാട്ടുകാരൊക്കെ സെറ്റിലുള്ളപ്പോഴേ എങ്ങനെയായിരുന്നു? തగ్గടിയൊക്കെ ഓക്കെ, പാട്ടൊക്കെ പാടുമായിരുന്നു? ഞാൻ തగ్గടിക്കുമ്പോൾ പുള്ളി തിരിച്ച് പാട്ട് പാടും. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഷൂട്ട് വരെ മാറ്റി വെച്ചു. ഒരു ദിവസം മുഴുവൻ ആദർശ് ഒരു സൈഡിൽ കൂടെ ചിരിക്കുന്നു, പാട്ട് കേൾക്കുന്നു, ചിരിക്കുന്നു, പാട്ട് കേൾക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഷൂട്ട് മാറ്റി വെച്ചു. ഞാൻ തగ్గടിക്കുന്നു, പുള്ളി പാടുന്നു. അപ്പൊ ചേച്ചി ഡാൻസ് ചെയ്യോ? ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടാറില്ല. പക്ഷെ രണ്ടുപേരും കൂടെ അങ്ങനെ നല്ല രസമായിരുന്നു മുഴുവൻ. പുള്ളി ഒരു തഗ് പറയുമ്പോ ഞാൻ അപ്പ തുടങ്ങും പിന്നെ ഉടനെ തന്നെ പുള്ളി ഒരു തഗ് അങ്ങനെ ഒരു ദിവസം പോയി.
ഓക്കെ വിശ്വസിച്ചു കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നില്ല. അയ്യടാ. ഈ കുട്ടിയുടെ ആക്ടിങ് അയ്യടാ. പരിചയമില്ലാത്തോണ്ടാ. അയ്യടാ ഒരു ദിവസമൊന്നുമില്ല, അര പാവമായിട്ട് ദിവസം അഭിനയിക്കുക. ഒരാഴ്ച പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ നല്ല കുട്ടിയാ. ഓക്കെ, എന്നാലേ നമ്മൾ ഇത്രയും ഹാപ്പി ചില്ലായിട്ടിരിക്കുമ്പോഴേ അതെ. ഇത് ചേട്ടൻ ഇത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഒരു പാട്ട് പാടാം. ഞാൻ കരഞ്ഞാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. അല്ല, ഞങ്ങൾക്ക്. ആ, അങ്ങനെ. അപ്പൊ ഒരു പാട്ട് പാടാലോ? പിന്നെന്താ, പാടാമോ? തീർച്ചയായും. ഓക്കെ. മഴയുള്ള രാത്രിയിൽ മനസ്സിൻ്റെ തൂവലിൽ വിരൽ തൊട്ടുണർത്തുന്നതാരേ. മഴയുള്ള രാത്രിയിൽ മനസ്സിൻ്റെ തൂവലിൽ വിരൽ തൊട്ടുണർത്തുന്നതാരേ. അരികത്തിരുന്നൊരു പ്രിയമുള്ള പാട്ടായി, അരികത്തിരുന്നൊരു പ്രിയമുള്ള പാട്ടായി പരിഭവം പകരുന്നതാരേ. മഴയുള്ള രാത്രിയിൽ മനസ്സിൻ്റെ തൂവലിൽ വിരൽ തൊട്ടുണർത്തുന്നതാരേ. ആ ഇങ്ങനെ പാട്ടുകൾ കേട്ടിട്ടാണോ ചേച്ചി ഫ്ലാറ്റ് ആയത്? ഞാൻ ഇപ്പോഴും ഫ്ലാറ്റ് ആയിട്ടില്ല. ചേച്ചി അപ്പോ വീട്ടിലായിരുന്നു. ഈ നിമിഷം വരെ ചേച്ചി ഫ്ലാറ്റ് ആയിട്ടില്ല. ചേച്ചി വീട്ടിലാന്നൊക്കെ കണ്ടോ? ഇതുവരെ ഫ്ലാറ്റ് ആയിട്ടില്ലാന്ന് പറയുന്നത്. അതെ, പാട്ടുകൾ ഇഷ്ടമാണ്, പാട്ടുകൾ ഇഷ്ടമാണ് ഡെഫിനറ്റ്ലി. അത് കേട്ടിട്ടാണോ ഫ്ലാറ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിൽ നിന്നും ഫ്ലാറ്റ് ആവാൻ വേണ്ടി ഉണ്ടായിരുന്നു, നല്ല തങ്കപ്പെട്ട സ്വഭാവം ഉണ്ടായിരുന്നു. അതെ അതിലാ ഫ്ലാറ്റ് ആയത്. അതെ അതെ. അങ്ങനെ ഇത്രയും തങ്കപ്പെട്ട ഒരാളെ കിട്ടിയത് ചേച്ചിയുടെ ഭാഗ്യം എന്നൊക്കെ. അതെ അതെ. കൊല്ലും അവള് ചെരുപ്പ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പൊതുവെ കോമഡിക്ക് കോമഡി, പാട്ടിന് പാട്ട്, ആക്ടിങ്ങിന് ആക്ടിങ്, ഡാൻസും കളിക്കല്ലേ ചെറുതായിട്ട്? വേണ്ടി വന്ന അതും ചെയ്യും. ഇത്രയും സർവ്വ ഗുണങ്ങളുള്ള ഒരാൾക്ക് കുറെ ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടാവില്ലേ? ചേച്ചി എങ്ങനെ അതൊക്കെ മാനേജ് ചെയ്യുന്നു? അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഞാനല്ലല്ലോ, പുള്ളി. എന്നാലും ചേച്ചിക്ക് കാണുമ്പോ ഇത്രയും എന്തോരം ഫാൻസ് എന്നൊക്കെ തോന്നാറുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അത് ഒരു ആർട്ടിസ്റ്റിന്റെ സക്സസിനെ കാണിക്കുന്ന ഒരു ഭാഗം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മള് കലാപരമായിട്ടുള്ള നമ്മുടെ ഇതില് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ എല്ലാവരും, അങ്ങനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ എല്ലാവരും വരുന്നത്. സോ അതിന് ആ രീതിയിൽ കാണാൻ അറിയാം. എന്നാലും ഫാൻസ് ഉണ്ടോ കുറെ? ഉണ്ട് ഉണ്ട്, ഡെഫിനറ്റ്ലി യെസ്. അല്ലേ? നിങ്ങളിപ്പോ പുറമെ ഭയങ്കര കോമഡീസ് ആണല്ലോ, പക്ഷെ ശരിക്കും വീട്ടില് നിങ്ങൾ ആരായിട്ടും ഭയങ്കര ഫണ്ണായിട്ടുള്ളത് ശരിക്കും ഇത് ചേട്ടൻ തന്നെയാണോ? ഞാനായിരിക്കും. ദീപ്തിക്ക് നല്ല ഹ്യൂമർ സെൻസാ. ഞാൻ ചീത്ത പറയുമ്പോഴൊക്കെ അത് തമാശയായിട്ട് കാണുക. അതുകൊണ്ടാണൊക്കെ നല്ല ഹ്യൂമർ സെൻസ് ആണ് ദീപ്തിക്ക്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മള് ആ ഒരു വൈബുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ പോവാൻ നേരത്തെ. അതാണ് നമ്മളുടെ സ്കെച്ച് വീഡിയോസിൽ കാണാം. നമുക്കൊരു ഗിവ് ആൻഡ് ടേക്ക് അറിയാം, എങ്ങനെ ആരെ എങ്ങനെ ചെയ്യും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് വീട്ടിലാണെങ്കിലും നമ്മളിങ്ങനെ ജോവിയൽ അങ്ങനെ ആൾക്കാർ തന്നെയാണ്. ഗിവ് ആൻഡ് ടേക്ക് ഇതിൽ തന്നെയാ വീട്ടിലും. അതെ, കിട്ടിയാ തിരിച്ചപ്പോ കൊടുക്കും. സോറി, ഞാൻ വിചാരിച്ചു ശരിക്കുള്ള ഗിവ് ആൻഡ് ടേക്ക്. അതല്ല ഏട്ടാ മോളെ, വെറുതെ പറഞ്ഞത്. ഇതിന്റെ ക്യാപ്ഷൻ എനിക്ക് ഇപ്പോഴേ മനസ്സിൽ വരുന്നുണ്ട്. ഇല്ലേ, നല്ല ക്യാപ്ഷൻ ഇടാറുള്ളൂ, പേടിക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മാരേജ് അടുക്കാറായിട്ടേ, അപ്പൊ എന്തെങ്കിലും അഡ്വൈസസ് ഒക്കെ കൊടുത്തായിരുന്നു? ഇത്രയും നമുക്കിങ്ങനെ മാതൃകയാക്കാൻ പറ്റിയ കപ്പിൾസ് ആണ് ഇവര്. ഇവരിൽ നിന്ന് എന്തെങ്കിലും അഡ്വൈസ് ചോദിച്ചില്ല, അതുകൊണ്ട് അവർ തന്നില്ല. ഒരു അഡ്വൈസ് കൊടുക്കൂ, കല്യാണം ആവാറായി. വരൂ, ഒറ്റ വാക്ക്, ഒറ്റ മൈൻഡ്. പിന്നെ അങ്ങനെ എല്ലാവരുടെ അഡ്വൈസ് എടുക്കുക. പലരും പലതും പറയും. അങ്ങനെ ഞങ്ങള് കുഴപ്പങ്ങളൊന്നും ഇല്ല, അഡ്വൈസിന്റെ ആവശ്യമില്ല. നമുക്ക് തന്നെ ഓക്കെ ആണെന്ന് തോന്നിയ കണ്ടുപിടിച്ചാൽ പുറത്തുനിന്ന് അങ്ങനെ ഇതില്ല, അതിന്റെ ആവശ്യമില്ല. ഇല്ല, പുറത്തുനിന്ന് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ലൈഫ് നമ്മുടെ അല്ല, നമ്മുടെ
നമ്മളിത് എങ്ങനെയാണുള്ളത് നമുക്ക് രണ്ടുപേർക്കും അല്ലേ അറിയാവുള്ളൂ. അങ്ങനെ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലാതാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആരുടെയും ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അതെ അതെ, നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ജീവിത രീതി, സാഹചര്യം, ജീവിതം അങ്ങനെ വ്യത്യസ്തമാണ്. ഒരാളുടെ അഡ്വൈസ് കിട്ടിക്കൊണ്ടൊന്നും നേരെ ജീവിക്കാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ആ അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഒരു താൽക്കാലിക ആശ്വാസം കിട്ടുമെന്നല്ലാതെ ഞാൻ മാത്രമല്ല നീ ഉണ്ടല്ലോ. ഓക്കെ, ജസ്റ്റ് ഫോർ ഹൊററിലേക്ക് വരുമ്പോൾ ഇതൊരു ഹൊറർ ബേസ്ഡ് വെബ് സീരീസ് ആണല്ലോ. അപ്പോൾ ഈ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഈ ചില ഹൊറർ ഫിലിംസിലും അല്ലെങ്കിൽ സീരീസിന്റെ ഒക്കെ ആ സെറ്റുകളിൽ അവർക്കൊരു ഹൊറർ ഫീലിങ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചില ഇന്റർവ്യൂസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എക്സ്പീരിയൻസ് അവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു, നടക്കുന്ന പോലെ തോന്നി എന്നൊക്കെ. ഈ കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ മൂവിയുടെ സെറ്റില് നൈല ചേച്ചി ഒരു ദിവസം ഇന്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞു അവർക്ക് ഇങ്ങനെ ഒരു പ്രസൻസ് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തു ഫ്ലാറ്റിൽ? എനിക്ക് ഫീൽ ചെയ്തു. ഡയറക്ടർ ഇടയ്ക്ക് അങ്ങോട്ട് പേടിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടൻ കണ്ടിട്ടുണ്ട്. ദീപ്തിയല്ല, അത് അങ്ങനെ അല്ലേ? അല്ലാതെ തന്നെ 1-2 പ്രാവശ്യം എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് ശരിക്കും. പിന്നെ സീരിയസ്ലി ഞാൻ അത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉറങ്ങി ഇടയ്ക്ക് വെച്ച് എനിക്ക് ഉറക്കത്തിൽ നടക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പൊ അത് ആ സമയത്ത് ഇങ്ങനെ അത് എത്ര മണിക്ക് ഞാൻ എണീക്കുന്നു എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പൊ ഉറങ്ങുമായിരുന്നു. അല്ല, പക്ഷെ ഒരു 3:30 ആ ഒരു സമയത്ത് കറക്റ്റ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എണീക്കുമ്പോ തൊട്ട് മുന്നേ ഞാൻ ഉണരും. അപ്പൊ എണീക്കുന്ന തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ സമയം നോക്കുമ്പോ 3:26 എന്നൊരു സമയം കാണാറുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ടുണ്ട്. ഇപ്പം കുറച്ച് നാളായി, പക്ഷെ എന്നാലും ഇടയ്ക്ക് ചിലപ്പോ സ്ലീപ്പ് വോക്ക് ഉണ്ടായിരുന്നു. ഉണ്ട്, എനിക്കുണ്ട്. ഇത് തമാശ പറഞ്ഞല്ല കേട്ടോ, ഉണ്ട്. മറ്റേ ഒരു സിനിമയില്ലേ ബാലഭാസ്കരൻ ഇടയ്ക്കൊരിക്കൽ ഇതേപോലെ പറ്റിയിട്ടുണ്ട്. അതായത് 2 ദിവസം അടുപ്പിച്ച് ഞാനിങ്ങനെ എണീറ്റിങ്ങനെ നടക്കാൻ നേരത്തപ്പോൾ ദീപ്തി ഇങ്ങനെ പിടിച്ച് കിടത്തും, എവിടെ കിടത്തും. 3-ാമത്തെ ദിവസം ശരിക്കും എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി ഞാൻ എണീറ്റ് അപ്പൊ ആ ഒരു സമയത്ത് എണീറ്റപ്പോഴാണോ എനിക്ക് സമയമൊന്നും ഓർമ്മയില്ല. പെട്ടെന്ന് എണീറ്റപ്പോൾ ഞാൻ ഇവിടെ കിടക്കുന്ന റൈറ്റ് സൈഡിൽ അവിടെ ഒരു കസേര ഉണ്ടായിരുന്നു. ആ കസേരയിൽ ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു വെള്ള താടിയുണ്ട്. അപ്പൊ ദീപ്തിയുടെ അടുത്ത് ചോദിച്ചു, ക്രിസ്മസ് സമയമാണ്, സാന്താക്ലോസ് ആയിരിക്കുമോ? അപ്പോൾ വെള്ള താടി ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു ആ രൂപം അങ്ങനെ വ്യക്തമല്ല, പക്ഷെ ഇങ്ങനെ ഞാൻ കണ്ടത് എനിക്കറിയാം. പിന്നെ ഞാൻ തൊട്ടടുത്ത് തന്നെ സ്വിച്ച് ലൈറ്റ് ഇട്ടപ്പോൾ കാണുന്നില്ല. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ പിന്നെയും നോക്കി, അപ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ കിടന്നു. ഞാൻ കൂളായിരുന്നു. അങ്ങനെ അപ്പൊ പോയ ബോധോ പിന്നെ രാവിലെ അപ്പൊ അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാനുണ്ടല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഒരു കാര്യമെന്ന് അറിയാം, ഇപ്പം സോങ് ഒക്കെ പാടിയ സമയത്ത് ഏറ്റവും കൂടുതൽ അല്ലു അർജുൻ ഫിലിംസിന് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള സോങ്സ് ഏറ്റവും കൂടുതൽ ചേട്ടനെയാണ്. അത് ഞങ്ങൾ ആക്ച്വലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അല്ലു അർജുന്റെ ഇഷ്ടപ്പെട്ട ഒരു സോങ് നമുക്ക് വേണ്ടി പാടാം. അതെന്താ അല്ലു അർജുൻ സോങ്സ് ഏറ്റവും കൂടുതൽ അത് ഉണ്ടല്ലോ എന്നും മായ സ്വപ്നമായി അഴകേ നീ, ദൂരത്താകിലും അരികത്താണു നീ, കള്ളിപ്പെൺകൊടി ഹോ എന്റേതാണു നീ, ഹോ മണക്കണ്ണിൽ മുളച്ച് തരരാരാരാരാ, മലരമ്പായി തറച്ച് തരരാരാരാരാ. അല്ലുവിന്റെ കുറെ പാട്ടുകൾ ആ സമയത്ത് മറ്റേ അല്ലു അദ്ദേഹത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ജിസ്റ്റോ ചേട്ടന്റെ പാട്ട് പുള്ളിക്കാരനെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഒത്തിരി. ആ സമയത്ത് ഫസ്റ്റ് ഞാൻ അല്ലുവിന് വേണ്ടി പാടുന്നത് മറ്റേ ഈ പാട്ട് ഫീൽ മൈ ലവ്. എൻ പ്രേമത്തിന് പ്രേമത്തിന് ഭാരം കാണും, എൻ പ്രേമത്തിന് നാണം കാണും, സഖിയെ ഫീൽ മൈ ലവ്. അതാണ് ഫസ്റ്റ് ഞാൻ പാടുന്നത്. അപ്പൊ അത് ഹിറ്റായതോടുകൂടിയാണ് പിന്നെ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇങ്ങനെ കുറേ പാട്ടുകൾ പാടാൻ പറ്റി അല്ലുവിന്റെ. അത് വലിയൊരു ഭാഗ്യം തന്നെ. ഇപ്പോഴും കോളേജസിൽ പോകുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ വരെ അത് ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ നമുക്കതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇത്രയും വർഷം മുമ്പ് പാടിയതാണത്. അതെല്ലാം ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യം. എസ്പെഷ്യലി കോളേജസിലും യൂത്തും ചോദിക്കുമ്പോൾ
എനിക്ക് തോന്നുന്നു ഒരു ഇപ്പം ഈ അല്ലു സോങ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചില സമയത്ത് അത് ശരിക്കും മലയാളം സോങ് ആണെന്ന് വരെ മലയാളം പാട്ടുകളാണോ തോന്നിപ്പോ. അതെ അതെ. പിന്നെ ഞാനൊക്കെ ആ സമയത്തൊക്കെ ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സോങ്സ് ഒക്കെ റിലീസായ സമയത്ത് പഠിക്കുന്ന കുട്ടി സമയം തോന്നും അപ്പോ വിചാരിച്ചിട്ട് ഇത് ശരിക്കും മലയാളം സോങ് ആണ്. പിന്നീടാണ് ഇത് വേറൊരു ലാംഗ്വേജിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് പാടി അതൊക്കെ ഹിറ്റ് ആവുന്നത്. എന്തോ ഖാദർ ഹസൻ ആയിരുന്നു ആദ്യം അല്ലുവിന്റെ സിനിമകൾ ഇവിടെ കൊണ്ടുവന്നത്. ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് ഇപ്പോൾ പുള്ളി ഇത് എന്തിനാ, പുള്ളി ആ സമയത്ത് വേറൊരു മൂവിയൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു. കൊണ്ടുവന്നത് ഇത് അതിൻ്റെ ആവശ്യമുണ്ട്, വർക്ക് ആവുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ മാസ് ഹിറ്റായിരുന്നു ആര്യ വൺ. ഇവിടെ കൊണ്ടുവന്ന അല്ലുവിനെ അങ്ങനത്തെ ഒരു സ്റ്റാർ ആക്കിയതിൽ വലിയൊരു പങ്ക് ഖാദർക്ക് തന്നെയായിരുന്നു. ഖാദർ ഹസൻ പിന്നെ പുള്ളി കുറേ സിനിമകൾ അല്ലുവിന്റെ കൊണ്ടുവന്നായിരുന്നു. അടുപ്പിച്ചൊരു പുള്ളി ഒരു സ്പെഷ്യൽ അവിടെ പോകും. അതായത് എനിക്ക് തോന്നുന്നു ഇത് എന്താണ് ഡബ് ചെയ്ത് ഇറക്കി സിനിമ ഹിറ്റായി അത്രയും ഫാൻ ബേസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റില് മെയിൻ സ്റ്റാർ ആയിട്ട് അവാർഡ് നൈറ്റിന് കൊണ്ടുവന്നിരുന്നു ആ സമയത്ത്. അന്ന് എന്തായിരുന്നു എന്നറിയാമോ, അല്ലു അർജുൻ എന്ന് പറഞ്ഞ സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര കൈയടിയും ബഹളമായിരുന്നു. അപ്പൊ അന്ന് വിചാരിച്ചു ഇത്രയും റീച്ച് ആയല്ലേ സിനിമകൾ എന്നുള്ളത്. ഞാനും ഭയങ്കര ഫാനായിരുന്നു. എൻ്റെ മറ്റേ പറയുമ്പോ ക്രിഞ്ചാന്ന് അറിയാം, എന്നാലും നമ്മള് പിക്ചേഴ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ബുക്കിലോട്ട്. നമ്മുടെ നാട്ടിലെ ഉത്സവമായി കഴിയുമ്പോഴത്തേക്ക് അന്നത്തെ കാലത്ത് ഈ ഫോട്ടോസ് വീട്ടിൽ ഒട്ടിച്ചു വെക്കുന്ന പരിപാടി, ലാലേട്ടന്റെ മമ്മൂക്കയുടെ ഫോട്ടോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അന്ന് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോട്ടോ ഉത്സവത്തിന് ഇങ്ങനെ മടക്കി പൊതിഞ്ഞു തരും. അപ്പൊ അവിടെ ലാലേട്ടനും മമ്മൂക്കൊക്കെയാണ് പരിചയമുണ്ടിരുന്നത്. തമിഴ്നാട് വിജയ് സൂര്യ, അതിന്റെ ഇടയിലേക്ക് ഈ പുള്ളി വരികയാണ്. ആ ഒരു സീസൺ മുഴുവൻ അതെ, എനിക്ക് 90s കിഡ്സിന്റെ ഒക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. തീർച്ചയായും ആ സമയത്തായിരുന്നു ഈ പാട്ടുകൾ കൂടുതലും വന്ന് കയറി ഹിറ്റായി പോയത്. പിന്നെ അതുവരെ മലയാളത്തിൽ കാണാത്ത രീതിയിലുള്ള ഡാൻസും ഫൈറ്റും പിന്നെ കുറെ അല്ലാതെ കുറെ സിനിമകളും വന്നിട്ടുണ്ട്. ആ മറ്റേ ഒരു ഫ്രണ്ട്ഷിപ്പ് മൂവി ഉണ്ടല്ലോ, രാംചരണും ഇവർ രണ്ടുപേരും കൂടെ ചെയ്തതാണ്. പിന്നെ മറ്റേ കൃഷ്ണന്റെ പാട്ടാണ് ഇപ്പൊ ഇത്, ആ പാട്ട്. പിന്നെ മറ്റേ ഇത് ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് പാട്ടില്ല, നിനക്കായി അങ്ങനെ കുറെ സിനിമകളുടെ ഒത്തിരി ഒത്തിരി അവിടെ ഹിറ്റാവുന്ന പടങ്ങളെല്ലാം പിന്നെ ഒരു ട്രെൻഡ് പുള്ളിയാണ് കൂടെ. മറ്റേ ഹാപ്പി ഡേയ്സ് ചേച്ചി പാട്ട് പാടൂ. പാട്ടുകാരിയല്ലേ, ഞാനാ ഡാൻസർ. ഇത് മറ്റേ ഇപ്പൊ ഈ പടക്കളത്തിന് അതേപോലെ ഇതാവത്തില്ലേ, ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി അങ്ങനെ എന്നാലും ചേച്ചിന്റെ രണ്ടുപേരും പാട്ട് കേൾക്കും. അത് മോള് ചേച്ചിയുടെ വായിന്ന് കേൾക്കും. പാടത്തില്ല. ചേട്ടൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പാടുന്നില്ല, ദീപ്തി പാടില്ല. അതായത് ദീപ്തിക്ക് നല്ല ജ്ഞാനമുണ്ട്, ദീപ്തി പാടുന്ന ആളുമാണെന്ന് എവിടെയെങ്കിലും നമ്മൾ നിൽക്കുമ്പോ ഇങ്ങനെ മൂളുമല്ലോ, അപ്പൊ നമുക്കറിയാം ഓക്കെ ട്യൂണുണ്ട്, താളുണ്ടെന്നുള്ളത് അറിയാം, ഡെഫിനറ്റ്ലി ഡാൻസർ ഉള്ളതാണ് ആയതുകൊണ്ട്. പക്ഷെ എല്ലാ ഡാൻസേഴ്സും അത്ര എന്നിട്ട് പാടണമെന്നില്ല, പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പാടുന്ന ഒരാളാണെന്ന് തോന്നുന്നു. പക്ഷെ ഒരിക്കലും ഇതുവരെ പ്രോപ്പർ ആയിട്ട് ഒരു പാട്ട് ഇതുവരെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഇന്റർവ്യൂല് പറയുന്നത്, പാടാൻ എനിക്കറിയാം പക്ഷെ ഇവരുടെയൊക്കെ ഇടയിൽ നിൽക്കുമ്പോ ഞാൻ കോൺഷ്യസ് ആവുന്നു. ഉറപ്പല്ലേ? എന്നുവെച്ചാല് കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്നപ്പോ ചേട്ടൻ പാടും, അമ്മ പാടും, ചേച്ചി പാടും, കസിൻസ് ഒക്കെ പാടും. അപ്പൊ പിന്നെ അവിടെ എല്ലാരും പാട്ടുകാരുടെ ഇടയിൽ ഞാൻ ചെന്ന് എല്ലാരും ഈ പാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പാട്ടുകാരല്ല, എല്ലാവർക്കും ഒരു ചെറിയൊരു ജ്ഞാനം അമ്മയുടെ അത്യാവശ്യം പാടും. എന്നുവെച്ചാൽ എല്ലാരും സിംഗേഴ്സ് പ്ലേ ബാക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് സിംഗിങ് ഇതിലോട്ട് പോയി എന്നല്ല, പക്ഷെ എല്ലാരും നന്നായിട്ട് പാടുന്നവരാ. അപ്പൊ ഞാൻ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്. പക്ഷെ ചേച്ചി പാടുമല്ലോ. ഇല്ല അത്രയില്ല. അപ്പൊ ഞാൻ ഭയങ്കര കോൺഷ്യസ്. എനിക്ക് തോന്നും പാടുന്നതിന് നമുക്ക് കഴിവ് മാത്രം പോരാ, കുറച്ച് തൊലിക്കട്ടിയും കൂടെ വേണം. എനിക്ക് ആ തൊലിക്കട്ടി ഇല്ല. ചേട്ടൻ നല്ല തൊലിക്കട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പാട്ടുകാരുടെ പാടാനെന്ന് പറഞ്ഞൂടാ. വെട്ടിയാര് പാടോ? ഇല്ല, എനിക്ക് കട്ടി ആവുന്നേ ഉള്ളൂ. അടുത്ത ഇന്റർവ്യൂ ഒക്കെ ഇത് ഇറങ്ങിക്കഴിയുമ്പോ മിക്കവാറും എനിക്ക് കട്ടി വെക്കും.
വരുന്നത് തగ్గടിക്കാനാണ്. അല്ലേ ഇത് പറഞ്ഞ തൊലിക്കെട്ടിയുടെ കാര്യം ഓക്കെ, ചേട്ടൻ പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എനിക്ക് ഭയങ്കര ഫേവറേറ്റ് അങ്ങനെയൊന്നുമില്ല. അല്ല, എല്ലാ പാട്ടുകളും ഒരുമാതിരിപ്പെട്ട എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എങ്കിലും ഈ പറഞ്ഞ പോലെ സുഖമാണി നിലവൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഏറ്റവും മീശമാധവൻ, വാളെടുത്താൽ, ഇതൊക്കെയാണ് ഞാനും ആദ്യം വിജയേട്ടൻ പാടിയ പാട്ടുകൾ ശ്രദ്ധിക്കുന്നത്. ഞാൻ അന്ന് കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫസ്റ്റ് കേട്ട പാട്ടുകളോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമല്ലോ. അങ്ങനായിരുന്നു. ഞാനും ഫസ്റ്റ് അതാ, എനിക്ക് ആ ഫസ്റ്റ് ലവ് 8ാം ക്ലാസ്സിൽ വെച്ചായിരുന്നു. കാര്യമായിട്ട് പറഞ്ഞ അന്നാണ് ഈ പാട്ട് ഇറങ്ങിയത്. അപ്പൊ ഞാൻ അങ്ങനെ കേൾക്കുന്നതായിരുന്നു ഈ പാട്ട്. അതിനു മുമ്പ് സാധാരണ പാട്ട് ലവ് ഉണ്ടായി കഴിയുമ്പോ വേറെ ഫീൽ പാട്ടിന്. നമുക്ക് ഈ പാട്ടുകളാണ് പെട്ടെന്ന് നമ്മളുടെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മളുടെ സമയം നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ പെട്ടെന്ന് ആ പാട്ട് നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. അതെ, എന്റെ എല്ലാ ഓർമ്മകളും പാട്ടുകളാണ്. ഇത് 8ാം ക്ലാസ് പഠിച്ച പാട്ട്, 9 പഠിക്കുമ്പോൾ ലജ്ജാവതി, +2 ക്ലാസ്മേറ്റ്സ്, അന്യൻ, അനന്തഭദ്രം, അങ്ങനെ പാട്ടുകളിലൂടെയാണ് എനിക്ക് കൂടുതൽ കണക്ഷൻ. അപ്പൊ ഈ 8ാം ക്ലാസ്സിലെ പ്രണയത്തിന്റെ സമയത്തായിരുന്നു സുഖമാണി നിലാവ്. അപ്പൊ പാടി കൊടുത്തിട്ടുണ്ടാവുമല്ലോ? പാടിയൊന്നും കൊടുത്തിട്ടില്ല, ഞാൻ കേൾക്കുമ്പോ എനിക്കൊരു ഫീൽ, അത്രേ ഉള്ളൂ. ഓ അങ്ങനെ. അങ്ങനെയാണെങ്കിൽ സുഖമാണി നിലാവ് പാടിപ്പിക്കാനായിരുന്നു. ഒരു സുഖവും ഇല്ലാത്ത നിലാവ്. പിന്നെ കൊണ്ട് നിലാവ് അവസാനം എനിക്ക് തന്നെ ആ പാട്ട് കേട്ടാ വരുന്ന രീതിയിലാക്കി. എന്നാ ആ പാട്ടൊന്ന് പാടോ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്. ഓർത്തോളൂ ഓർത്തോളൂ. 8ാം ക്ലാസ്സിലേക്ക് സുഖമാണീ നിലാവ്, എന്തു സുഖമാണീ കാറ്റ്, അരികിൽ നീ വരുമ്പോ എന്തു രസമാണീ സന്ധ്യ, പൂഞ്ചിറകിൽ പറന്നുയരാ കുളിരലയിൽ നനഞ്ഞലിയ അഴകേ, ആ സുഖമാണി നിലാവ്, എന്തു സുഖമാണി കാറ്റ്, അരികിൽ നീ വരുമ്പോ എന്തു രസമാണി സന്ധ്യ. ഇനി 8ാം ക്ലാസ്സിലെത്തി. ഇനി തിരിച്ചൊരു അവളുടെ വീടിന്റെ ഫ്രണ്ട് വരെ എത്തിയെന്ന്. അപ്പോഴേക്കും പാട്ട് നിർത്തി ചേട്ടൻ. ഇല്ല 2 ദിവസം ഭയങ്കര ഗ്യാപ്പായിരിക്കും, ഈ ശനി ഞായർ കാണാൻ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ പെട്ടെന്ന് തീർന്നു പോവാൻ പ്രാർത്ഥിക്കുമായിരിക്കും അല്ലേ? നമുക്ക് ഏതാ ആരും തീർന്നു. അതെ, ശരി ഞായറും തീർന്നു. ശനി ഞാൻ കാമുക്ക് തീർന്നു പോകാൻ, അതാവുമ്പോ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. ഈ ശനി ഞായർ വെയിറ്റ് ചെയ്യണ്ടല്ലോ, കാണണ്ടല്ലോ. ഡാർക്ക് ഹ്യൂമർ ആണല്ലോ ഇതിലേക്ക് വരും, ജസ്റ്റ് ഫോർ ഹൊററിലേക്ക് വരും. ചേട്ടന്റെ സോങ്സിനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പോഴും ഏതൊരു ആളോടും നമ്മൾ ആദ്യം ഇപ്പൊ സിനിമ റിലേറ്റഡ് ചോദിക്കുന്ന ആദ്യം ചോദ്യം മമ്മൂക്കേനാണോ ഇഷ്ടം ലാലേട്ടനെയാണോ ഇഷ്ടം എന്നാണ് ഏറ്റവും ആദ്യം ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു സോങ് ആയിരുന്നു മമ്മൂക്ക ലാലേട്ടൻ്റെ ഒരു സോങ്. അത് പാടിയ ഒരാളായിരുന്നു ഇത് ചേട്ടൻ. ആ പാട്ട് ഇപ്പോഴും ആളുകൾ ഏറ്റെടുക്കാറുണ്ട്, പല ഫാൻസ് പേജസിലും കാണാറുണ്ട്. ഇപ്പോഴും ആളുകൾ ഇപ്പം ഈ പറഞ്ഞ പോലെ പേജസിലാണെങ്കിലും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാറുണ്ട്. അതിലെ ചില നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞ ബാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഈ പാട്ടുകളൊക്കെ അപ്പൊ എന്റെ ബാൻഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാം ഈ 23, 24, 25 ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് എല്ലാവരും. അപ്പൊ ഇവര് ഇങ്ങനെ വന്ന് ഓരോ പാട്ടുകൾ വെച്ചോട്ടോ ആ പാട്ട് എടുക്കാം, വാളെടുത്താൽ എടുക്കാം, ഈ പാട്ട്. അപ്പൊ ഈ പാട്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞാ ഇത് വെച്ചിട്ട് എടുക്കുക വെച്ചിട്ടോ ഉറപ്പാ എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു യൂത്തിന്റെ അവർക്കറിയാലോ, അവന്മാർക്കറിയാലോ ആ പൾസ്, ഇപ്പോഴത്തെ യൂത്തിന്റെ പൾസ് എന്താണെന്നുള്ളത്. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച സംഭവമാണ്. അതായത് നമ്മള്
നമ്മുടെ പാട്ടിന്റെ നമ്മുടെ ഷോയുടെ ഏറ്റവും അവസാനം പ്ലേസ് ചെയ്യുന്നൊരു സോങ്ങാണ്. പക്ഷെ ഭയങ്കര രസത്തിലാ കംപ്ലീറ്റ് പിള്ളേരെല്ലാരും കൂടെ തറനിക്കിലൊന്നും ഇങ്ങനെ കിടന്നിങ്ങനെ തുള്ളി മറിയുന്ന ഒരു സോങ് ആണ്. എനിക്കൊന്ന് അതിപ്പം കോളേജസ് മാത്രമല്ല, ഇപ്പം നമ്മൾ കുറച്ച് മിക്സഡ് ക്രൗഡുള്ള അല്ലെങ്കിൽ പബ്ലിക് ഇതായിട്ടുള്ള ഏത് ക്രൗഡിൽ പോയി കഴിഞ്ഞാലും മമ്മൂക്ക ഫാൻസ് ആണോ ലാലേട്ടൻ ഫാൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കോമ്പറ്റീഷനാണ് അവിടെ. പിന്നെ അതിന്റെ അവിടെ കറക്റ്റ് ഈ പാട്ടും കൂടെ പ്ലേസ് ചെയ്യുമ്പോൾ അത് വേറൊരു രണ്ട് കൂട്ടരും ഇങ്ങനെ വികാരത്തോടു കൂടി ഒരു സോങ് ആണ്. രണ്ടുപേരും ഇങ്ങനെ അവരവരുടെ പോർഷൻ വരുമ്പോ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ഫാൻസ് ഇങ്ങനെ മണ്ണിങ്ങനെ പൊങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ മമ്മൂക്ക ഫാൻസ് ചോദിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് അത് നമ്മൾ ഈ പാട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ LED വാളിൽ അതനുസരിച്ചുള്ള ക്രിയേറ്റീവ്സ് ആയിരിക്കും പോകുന്നത്. അപ്പം മമ്മൂക്കയുടെ ഇത് വരുമ്പോൾ മമ്മൂക്കയുടെ ഫോട്ടോ, ലാലേട്ടൻ്റെ വരുമ്പോൾ ലാലേട്ടൻ്റെ ഫോട്ടോ ഒക്കെ വരുമ്പോൾ അത് ആ ഫോട്ടോസ് വരുമ്പോഴും ആൾക്കാരിങ്ങനെ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരെ ആ അവസ്ഥയിൽ ഭയങ്കര രസം. അത് ചില അത്രയും ഫാൻ എനർജി അവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ആ എനർജി കാണുമ്പോഴേക്കും നമ്മൾ പാടുന്നവർക്കും കൂടി അത് ഒരു എനർജി അല്ല, എപ്പോഴും അങ്ങനെയാണ്. നമ്മളൊരു സോങ് പാടുമ്പോൾ അവരെത്രത്തോളം അത് എൻജോയ് ചെയ്യുന്നോ, പിള്ളേരാണെങ്കിൽ എല്ലാവരും അത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നോ അതിന്റെ ഒരു എനർജി നമുക്ക് ശരിക്കും സ്റ്റേജിൽ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ അങ്ങോട്ട് തിരിച്ച് ഒന്ന് ഇങ്ങോട്ട് തരുമ്പോൾ നമ്മൾ 10 തിരിച്ചു കൊടുക്കുന്നു, അപ്പൊ അവിടെ തിരിച്ചു വരുന്നു. ആ ഒരു എനർജി ഭയങ്കര ഫീൽ ചെയ്യും നമുക്ക് ലൈവ് പെർഫോമൻസിന്. അങ്ങനത്തെ ഒരു ഗുണവും കൂടി. അതെ. ഏറ്റവും കൂടുതൽ എന്നാലും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റേജ് മെമ്മറി ഉണ്ടോ? എല്ലാ സ്റ്റേജസും ഓരോ സ്ഥലത്തും നമ്മൾ ലൈവിന് അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഓരോ സ്ഥലത്തും കുറേ തമാശകൾ നടക്കുന്ന ഒരു സ്റ്റേജിൽ വെച്ച് പറ്റുന്ന ചില മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ചില തെറ്റുകൾ, ഇതെല്ലാം നമ്മൾ പിന്നീട് ഷോ കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ എല്ലാവരും ചിരിക്കുന്ന അങ്ങനെ കുറെ ഇതുവരെ അങ്ങനെ ഒരു ബാഡ് മെമ്മറി അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ കൊള്ളുന്ന അങ്ങനത്തെ മെമ്മറീസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട്. എന്നാലും ഒരു ഫസ്റ്റ് സ്റ്റേജ് മെമ്മറി അതൊക്കെ കുറച്ചുകൂടി സ്പെഷ്യൽ ആയിരിക്കില്ലേ? ഞാൻ പാടി തുടങ്ങിയ ഞാൻ അതിന് മുമ്പേ അമച്വർ ആയിട്ടുള്ള ജിംഗിൾ ബെൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ കുട്ടികളെല്ലാരും കൂടെ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സമയത്തുള്ള എല്ലാരും കൂടെ ചേർന്നൊരു അമച്വർ ഗാനമേള, ഒരു ഓർക്കസ്ട്ര ട്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ട്രൂപ്പിന്റെ പേരെന്തായിരുന്നു? ജിംഗിൾ ബെൽസ്. അപ്പൊ അങ്ങനത്തെ അതൊക്കെ അപ്പോഴേ ഉണ്ടായിരുന്ന ഇതാണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റേജ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്ത ഫിലിം ഫീൽഡ് കയറുന്നതിന് മുമ്പേ ഒക്കെ. അത് കൂടാതെ ഏറ്റവും കൂടുതലും ആൾക്കാർ ചേട്ടന്റെ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു സോങ് ആണ് പട്ടാളത്തിലെ സോങ്. അതിനും കുറെ ഫാൻസ് ഉണ്ട്. എല്ലാ സോങ്സിനും ഫാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ ഈ വിധു പ്രതാപ് പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഹിറ്റ് ലിസ്റ്റ് എന്നൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ വന്ന കുറച്ച് സോങ്സ് ഉണ്ടല്ലോ, അതിലൊന്നാണ് ഈ സോങ്. ഇതും കൂടി നമുക്കൊന്ന് പാടിയിട്ട്. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി, മെല്ലെ മെല്ലെ മുല്ലേ തരുമുന്നാഴി തേൻ, എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം. ഓഹോ 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 ഓഹോ. അപ്പൊ എന്തായാലും ജസ്റ്റ് ഫോർ ഹൊററിന്റെ നെക്സ്റ്റ് എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ 1, 2, 3 ഒതുക്കാതെ ഇനിയും എപ്പിസോഡ്സും സീസൺസ് ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ. അതുകൂടാതെ ഒരുപാട് വെബ് സീരീസും പ്രൊഡക്ഷൻസ് ഒക്കെ നിങ്ങളിൽ നിന്ന് വരാൻ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും. സ്വന്തമായിട്ട് OTT ഒക്കെ ഇറക്കാൻ പവറാട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം വിളിച്ചതിൽ, ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിൽ. ഓൾ ദി ബെസ്റ്റ് ടു യു ടു. താങ്ക് യു. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ലാസ്റ്റ് നമുക്ക് വാളെടുത്താൽ കൂടി കേട്ടിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അതെങ്ങനെയുണ്ട്? അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചെങ്ങാനും വാളെടുത്താലോ? വാളെടുത്താൽ അങ്കക്കലി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി,
കുറുമ്പ് വന്നാൽ കറുമ്പനലി, കുഴച്ചരച്ചാൽ കൊത്തമല്ലി, കുഴിക്കുഴിക്ക കുളത്തിലെ നീർക്കോലി. മടയന്റെ മകളെ ഒടിയന്റെ കരളെ, ഉടയവൻ ഇവനോടിനി ഉരിയാടരുതേ. പുല്ലു തിന്നു പല്ലു പോയൊരു പുലിയാണു നീ, തിന്തക തിന്തക അട്ടക്കടി പൊട്ടക്കുള്ളം, ആനക്കടി നെറ്റിപ്പട്ടം, ആട്ടുകല്ലിൽ അരച്ചു നിന്നെ ദോശ ചുട്ടോളാം. അട്ടക്കടി പൊട്ടക്കുള്ളം, ആനക്കടി നെറ്റിപ്പട്ടം, ആട്ടുകല്ലിൽ അരച്ചു നിന്നെ ദോശ ചുട്ടോളാം. താങ്ക് യു Thank you so much.